ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറിയും ഗോതമ്പ് പുട്ടുമാണ് കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും ഇപ്പൊ സുഖമായിട്ടിരിക്കാണ്. പിന്നെ ടൈഗർ ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ കൂടൊക്കെ പണത് നല്ല സന്തോഷമായിട്ട് കിടക്കാണ്. അപ്പൊ ടൈഗറിന് ഇന്ന് നല്ല കുറവുണ്ട് കേട്ടോ. ടൈഗറിന് ഇപ്പൊ ടൈഗർ മൂത്രം ഒഴിക്കണേൽ അങ്ങനെ ബ്ലഡ് ഒന്നും കാണുന്നില്ല. ഇപ്പൊ മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പൊ ഗുളിക കൊടുക്കണ്ട്. രാവിലെ വൈകിട്ട് ഞാൻ ഗുളിക കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഗുളിക തന്നെ കൊടുത്താൽ മതിയായിരിക്കും എന്ന് ഞാൻ ഓർക്കണേ. അപ്പൊ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണോന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കണോന്ന് വെച്ചാൽ അപ്പൊ ഫുഡൊക്കെ കൊടുത്ത് വയറ് നിറഞ്ഞ് ഇതേ ഇവിടെ കിടപ്പാണ്. അപ്പൊ കൂട്ടി കയറ്റി അപ്പൊ കൂട് തുറക്കാൻ നോക്കണുണ്ട്. കൂട് തുറക്കാൻ നോക്കണ കാരണം ഞാൻ ഇവിടെ താഴെ ഇട്ട് പൂട്ടി വെച്ചാണ്. അവൻ കൈ വെച്ചിട്ട് കൂട് തുറക്കാൻ നോക്കണം. അപ്പൊ ചങ്ങലൊന്നും ഇട്ടിട്ടില്ല. ഇനി പുറത്തോട്ടെങ്കിലും പോയാലെന്ന് വെച്ചാൽ പൂട്ടിയിട്ടേക്കാണ്ട് ഒരു ചെറിയ താഴെ മേടിച്ച് പൂട്ടിയിട്ടേക്കാണ്. അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ ചിക്കൻ കറിയും ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഗോതമ്പൂട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സവാള, ഒരു ചെറിയ സവാള 4 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ച ചതച്ചിട്ടില്ല കേട്ടോ. കത്തി കൊണ്ട് അരിഞ്ഞു വെച്ചേക്കണത്. പച്ചമുളക് ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, എല്ലാ സംഭവവും, പിന്നെ ഗരം മസാല അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് എത്തിക്കാം. അപ്പൊ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുക്കർ നന്നായിട്ട് ചൂടായി. അപ്പൊ കുക്കറിൽ ചിക്കൻ വയ്ക്കാന്ന് വിചാരിച്ചത്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് ഇതേ ഇവിടെ അരിഞ്ഞു വെച്ചേക്കണം സവാള ഇടാൻ കേട്ടാ. നല്ല ചൂടുണ്ട്. നല്ല ചൂടാ. സവാളൊക്കെ പെട്ടെന്ന് വാടും. സവാള ഇട്ടേച്ച് അതായത് പച്ചമുളക് അതിനകത്തിട്ട് പൊളിച്ചിട്ട് പച്ചമുളക് ഇട്ട്, പിന്നെ ഇതേ വെളുത്തുള്ളി ഇഞ്ചി കൂടി അരിഞ്ഞ് വെച്ചേക്കണത് അതും കൂടി ഇട്ട് ഈ തീ കുറച്ച് വെക്കണേ നല്ലത്. വെച്ചേക്കണേട്ടത് കാറ്റടിക്കാണ്ടിരിക്കാൻ. കാറ്റത്തത് ഇങ്ങോട്ട് പറക്കാൻ നിന്നുണ്ട്. ഈ നേരമായി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണല്ലോ ഇവിടെ. രാവിലെ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നാടൻ കറിവേപ്പില കേട്ടാ. പറന്നു പോണു. കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പില ഷൂന്നും പറഞ്ഞ് പോവായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പില ഊരിയിടാണ്. അപ്പൊ കറിവേപ്പില ഇത് നാടൻ കറിവേപ്പിലാണ്. അതുകൊണ്ട് ചെറിയ കറിവേപ്പില ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട്. അയ്യോ, തക്കാളി അരിഞ്ഞെടുക്കാൻ. ഇപ്പൊ അവിടെ നല്ല കാറ്റാണ്. തീ ആളണ കാരണം ഞങ്ങൾ ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടാ ഇവിടെ വെച്ചുണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇവിടെ കുറച്ച് കാറ്റ് കുറവുണ്ട്, തണലും ഉണ്ട്. അവിടെ എങ്ങനെ കാറ്റുണ്ടെങ്കിലും നല്ല വെയിലടിക്കണ്ടായിരുന്നു. വെയിലടിക്കണ കാരണം കാറ്റ് ആളണത് കാണാനും പറ്റണില്ല. അപ്പൊ ഞങ്ങളിത് ഇവിടെ തക്കാളി ഇടാൻ പോണ്. മല്ലിപ്പൊടി ഇടാണ്ട് ഒരു 3 ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു ചിക്കനാണ് മേടിച്ചത്. ഒരു ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോത്തോളം ഉണ്ടായിരിക്കും. അപ്പൊ മല്ലി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മുളക് പൊടി ഇട്ടെടുക്കാണ്. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇടാം. സ്പൂണ് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് മൂക്കട്ടെ. കാറ്റ്. അപ്പൊ ഞാൻ ഇറച്ചി മസാല ഇടാൻ പോണിട്ടാ. 2 സ്പൂണ് ഇറച്ചി മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇറച്ചി മസാല ഒന്ന് ചൂടായാൽ മതി. ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. ചിക്കൻ ഇവിടെ ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചക്കണേണ്. അപ്പൊ അതും കൂടി അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇതൊക്കെ
നമ്മൾ അരിപ്പം എല്ലാം കൂടി ഒന്ന് കൂടണം. സവാള ഒക്കെ വാടിയതെല്ലാം കൂടി ഒന്ന് കൂടി. അപ്പൊ ചിക്കനാകുമ്പോൾ നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്താന്ന് വെച്ചാൽ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. പിന്നെ പുട്ടിനാകുമ്പോൾ കുറച്ച് ചാറ് വേണം. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പ് ഞാൻ ഇട്ടിരുന്നു, എന്നാലും കുറവായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പറ്റട്ടെ. അപ്പൊ ചാറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കണത്. പിന്നെ ഇവിടെ ഗരം മസാല എല്ലാം കൂടി പൊടിച്ചിട്ടുണ്ട്. അത് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കേണ്ടത്. വേപ്പിലൊക്കെ ഇട്ട് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ മല്ലിയില ഒന്നും ഇല്ല, അതുകൊണ്ട് വേപ്പില മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വേപ്പില തന്നെ അങ്ങോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചാറായിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. കഷ്ണത്തമ്മയൊക്കെ വെന്ത് കഷ്ണത്തമ്മയൊക്കെ പിടിച്ച് നമുക്കിപ്പോ പുട്ടിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുക അതേ രീതിയിൽ ചാറായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. പിന്നെ അപ്പൊ ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പൊ ഗോതമ്പ് പൊടി ഞാൻ കുറച്ച് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ്. 1 കിലോ ഒന്നും അല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നണം. മതിയാവൂല്ലേ? അപ്പൊ ഞാൻ ഗോതമ്പ് പൊടി 1 കിലോ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടല്ലോ, അപ്പൊ അവർക്കും ഈ 2 കഷ്ണം വെച്ച് കഴിക്കാമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളത്തില് ഉപ്പിട്ട് ഇനി കുഴക്കാൻ പോണം. അപ്പൊ ഗോതമ്പ് പൊടി കുഴക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു. അപ്പൊ ഞാൻ ഉരുളി എടുത്തെന്ന് വെച്ചാൽ കുഴക്കാൻ സുഖമാണ് ഉരുളിയിലിട്ട്. ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ചാൽ കട്ടയായി കഴിഞ്ഞാൽ പിന്നെ പൊള്ളൂല. അപ്പൊ അതേ ഗോതമ്പ് പൊടി ഇതേ ഈ പാകത്തില് കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മള് വെള്ളം ഒഴിക്കരുത്. കൈ നനച്ചിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ എടുക്കാനോടോ. എന്നാൽ പൊടി പോലെ കിട്ടും ഗോതമ്പ് പൊടി, അല്ലെങ്കിൽ കട്ട പോലെ ആയിപ്പോ. അപ്പൊ നമ്മളൊരു പരന്ന പാത്രത്തിലാണെങ്കിൽ ഇങ്ങനെ കുഴക്കണമെങ്കിൽ നമുക്ക് ശരിക്കും പൊടി പോലെ കിട്ടും. ഒരു മുറി തേങ്ങ ഞാൻ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു മുറിയല്ല, ഒരു തേങ്ങ ഉണ്ട് ചിരണ്ടി വെച്ചേക്കണത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ തേങ്ങ ഇവിടെ ഉണ്ട്, പൊട്ടിച്ച് നമുക്ക് ചിരണ്ടി എടുക്കാം. അപ്പൊ ഒരു തേങ്ങ എടുത്താൽ ചിരണ്ടിയത് പോലെയോ ഗോതമ്പ് കട്ട പോലെ വരും. അപ്പൊ നമ്മുടെ ചിക്കൻ കറി പറ്റിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി ഞാൻ റോസ്റ്റ് പോലെ എടുക്കണില്ല, ഇച്ചിരി ഗ്രേവി ഇരുന്നോട്ടാ മതി. ഇത് ചൂടാറുമ്പോ ഗ്രേവി കുറയും. അപ്പൊ പുട്ടിന് കഴിക്കാനുള്ള കാരണം ഈ പാകത്തിനാണ് എടുത്തേക്കണത്. അപ്പൊ നമുക്ക് ഇറക്കാം. പുട്ട് ചൂടാൻ വേണ്ടിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് കുക്കറിൽ വെച്ച് ചുണ്ണ കണയാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ കുക്കർ വെച്ച് പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പൊ ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇതുപോലെ ഇതണ്ട ഇതേ ഭാഗത്തിന് ഗോതമ്പ് പൊടി ഇതുമാരെ കുഴച്ചെടുക്കണം. മധുര പൊടി പോലെ ഇങ്ങനെ നനച്ചെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം നനച്ചിട്ട് പിന്നെ ഒരുവിധം കൈ നനച്ച് അങ്ങനെ നനച്ചെടുത്താൽ മതി. അപ്പൊ ഗോതമ്പ് പൊടി കട്ട പിടിക്കില്ല, പൊടി പോലെ ആയിക്കിട്ടില്ല. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്. കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ചില്ലിട്ട് കണയിൽ ചില്ലിട്ടിട്ട് കുറച്ച് തേങ്ങ അതിൻ്റെ അകത്തോട്ട് വാരിയിട്ട്, എന്നിട്ട് നമ്മൾ ഒരളവില് ഒരു 3 കഷ്ണം പുട്ട് ചുട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും കുറച്ച് തേങ്ങ ഇടണം. എന്നിട്ട് കൈയുടെ അളവിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും തേങ്ങ വാരിയിടാം. അത് കഴിഞ്ഞ് വീണ്ടും കൈയുടെ ഒരളവിൽ വാരിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ മീതൾക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി വയ്ക്കാം. ഈ ഗോതമ്പ് പുട്ടിന് തേങ്ങ ഒരുപാട് ഇടണത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. നമ്മള് പുട്ട് ചൂടാൻ വേണ്ടി ഇപ്പൊ കടയിലേക്ക് വയ്ക്കണം. നമ്മുടെ കുക്കറിൻ്റെ ഇതിലേക്ക് ഇത് ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ചിട്ടോ. ഇനി ഇത് ആവി വരട്ടെ. നമുക്ക് വെള്ളം വെച്ച് മൂടി വയ്ക്കാനുണ്ടെങ്കിൽ മൂടി വയ്ക്കാം. ഇതിൻ്റെ അടപ്പില്ല. അപ്പൊ തേങ്ങ ഉണ്ട് ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് മൂടി വയ്ക്കാം. ഇനി ആവി വരട്ടെ. ചാമ്പൊക്കെ ഇരിക്കുന്നുണ്ട് വന്നിട്ട്. പുട്ട് ആവി വന്ന് അപ്പൊ നമ്മളിത് പുട്ട് എടുക്കാൻ പോണിട്ടാ. അപ്പൊ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. നമുക്ക് കുത്താം.
അതേ കുത്താൻ പോണം. അപ്പൊ ഒരു കഷ്ണം പൊട്ടെടുത്ത് ചിക്കൻ കറി കുറച്ചെടുത്ത്. പുട്ട് കാറ്റത്ത് പറന്നു പോണു പുള്ളേ, കാറ്റുകൊണ്ടേ. ഉണ്ണിക്കുട്ടാ നോക്കിയപ്പാ, മസാല ഇതൊക്കെ അടിപൊളി. അടിപൊളിയാണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടായിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് പറഞ്ഞാ ശരിയല്ല, വേറെ ഒരാള് ടേസ്റ്റ് പറയാ. എനിക്ക് അടിപൊളി തിന്ന് ടേസ്റ്റ് പറയാം. അപ്പൊ എങ്ങനെയുണ്ടടാ പുട്ടും ഇറച്ചിക്കറി? ഗോതമ്പുട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എന്ത് എല്ല് കുടുങ്ങിയാ? അവന് എല്ല് കുടുങ്ങി. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ഗോതമ്പുട്ട് നല്ലതല്ലേ? ഗോതമ്പുട്ട്. അരിപ്പുട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഗോതമ്പുട്ട് ഇച്ചിരിയും കൂടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് എഴുതുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.